Good evening, all. How are you all? How was everyone's Onam? How did it go? How was it? ഓണം ആയിരുന്നു, ഓണം വെക്കേഷൻ ആയിരുന്നു, സെലിബ്രേഷൻസ് ആയിരുന്നു. ഇതിന്റെ ഇടയിൽ ഈ ഒക്കെ മൈൻഡ് ചെയ്തിരുന്നോ? ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയോ? ഓണത്തിന്റെ മുടക്കില്ലാത്തൊരു സംഗതിയാണ് ഇ പി. ഒരു പബ്ലിക് ഹോളിഡേയും ഇ പിനെ ബാധിക്കും. ഗാന്ധി ജയന്തി ആവട്ടെ, ഈദ് ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, എന്നും ഇ പി അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഗിവ് മീ ആൻ ഐഡിയ how many of you completed the activity, like 516, 707, 517, 417? Just ഒരു ഐഡിയ തായോ. Like 7, all good. ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഓക്കെ, കമോൺ. ഇതുവരെ എനിക്ക് 217, 117 അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്തവര് അപ്ഡേറ്റ് ചെയ്യാണ്ടാണോ? ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ, കുഴപ്പമില്ല. നിങ്ങൾ എത്രയാണോ ചെയ്തത് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ എന്തായാലും ടുഡേ ഇസ് ആർ വീക്ക് 5 ലൈവ് സെഷൻ. അതായത് വീക്ക് 5 നമ്മൾ കഴിഞ്ഞു. വീക്ക് 5 റിവ്യൂ ആണ്. ആൻഡ് ടുഡേസ് ഫോക്കസ് ഇസ് അഡ്വാൻസ്ഡ് ഗ്രാമർ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇന്നത്തെ ഒരു ഒബ്ജക്റ്റീവ് റീക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാമർ ടോപ്പിക്സിനെ ഒന്നുകൂടെ റീഇൻഫോഴ്സ് ചെയ്യുക, അതായത് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. ആൻഡ് ഇതൊക്കെ എങ്ങനെയാണ് റിയൽ വേൾഡ് കമ്മ്യൂണിക്കേഷനിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആൻഡ് ഓൾസോ ഇന്നത്തെ റിവിഷനോട് കൂടെ നിങ്ങൾ അസസ്മെന്റ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ലെവലിലേക്ക് എത്തണം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ കോൺസെപ്റ്റുകൾ കോംപ്ലെക്സ് സെന്റൻസസ്, മോഡൽ വേർബ്സ്, പാസീവ് വോയിസ്, കണ്ടീഷണൽസ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച്. 5 കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അധിക വീക്ക് നമ്മൾ പഠിക്കുന്ന 5 കാര്യങ്ങളായിരിക്കുള്ളൂ. 6th and 7th day is always revision. Okay, we'll begin with complex sentence review. What is a complex sentence? Complex sentence എന്താണ്? സിമ്പിൾ സെന്റൻസും കോംപ്ലെക്സ് സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് അധികവും 3 or 4 വേർഡ്സ് ഉള്ള ഒരൊറ്റ കാര്യം മാത്രം കൺവേ ചെയ്യുന്ന സെന്റൻസുകളായിരിക്കും സിമ്പിൾ സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, this is a book, this is my pen, അല്ലെങ്കിൽ I live in a white house എന്നിങ്ങനെ പറയുന്ന ഒരു കാര്യം മാത്രം കൺവേ ചെയ്യുന്ന 5 or 6 വേർഡ്സ് ഉള്ള സെന്റൻസുകളാണ് സിമ്പിൾ സെന്റൻസ്. ഇനി എന്താണ് കോംപ്ലെക്സ് സെന്റൻസ്? A sentence that contains one independent clause and at least one dependent clause. At least ആണ് കേട്ടോ, ഒന്നിലധികം ഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവാം. ഓക്കെ, സോ ഈ കോംപ്ലെക്സ് സെന്റൻസിൽ എപ്പോഴും ഒന്നിലധികം കാര്യങ്ങൾ ആ സെന്റൻസിലൂടെ കൺവേ ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, although it was raining we went for a walk. 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നടക്കാൻ പോയി. അപ്പൊ ഇന്ന് എന്തൊക്കെ മനസ്സിലായി നമുക്ക്? മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നും മനസ്സിലായി, നടക്കാൻ പോയി എന്നും മനസ്സിലായി. ഇതെങ്ങനെയാണ് നമ്മൾ 2 സിമ്പിൾ സെന്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക? ഇറ്റ് വാസ് റെയിനിങ് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. വി വെന്റ് ഫോർ എ വാക്ക് അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഈ 2 സിമ്പിൾ സെന്റൻസിനെ നമ്മൾ ഓൾസോ എന്ന വേർഡ് വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്തത്. ഈ ഓൾസോ എന്ന വേർഡിനെ നമ്മൾ ഇവിടെ എന്ത് വേർഡ് എന്നാണ് പറയാ? വാട്ട് ഇസ് ഓൾസോ ഹിയർ? ഓൾസോ എന്ന വേർഡിനെ നമ്മൾ എന്താ പറയാ? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ ചാറ്റ് ബോക്സ്. യെസ്, വെരി ഗുഡ് ഷഹീമ. കൺജങ്ഷൻസ്. യെസ്, ജംഗ്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ 2 സംഗതികളെ കൂട്ടിമുട്ടുന്നത്. നമ്മളിപ്പോ റോഡിൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് 2 റോഡുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിനല്ലേ നമ്മൾ ജംഗ്ഷൻ എന്ന് പറയാ. അതേപോലെ ഇവിടെ 2 സെന്റൻസിനെ കൂട്ടിമുട്ടിക്കുന്ന വാക്കിനെ നമ്മൾ പറയുന്നത് കൺജങ്ഷൻ എന്നാണ്. ഓക്കെ, another example is she didn't answer because she was busy. ഇവിടെ 2 കാര്യങ്ങൾ കൺവേ. she didn't answer അതൊരു ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് കൺവേ ആയി. she was busy എന്നുള്ളത് 2 കാര്യം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്, എന്താണ് ഡിപെൻഡന്റ് ക്ലോസ്? ഈ 2 ക്ലോസ് ചേരുമ്പോഴാണ് കോംപ്ലെക്സ് സെന്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിപെൻഡന്റ് ക്ലോസിനെ മാത്രം മാറ്റി നിർത്തിയാലും അതൊരു മീനിങ്ഫുൾ സെന്റൻസ് ആവും. പക്ഷെ ഡിപെൻഡന്റ് ക്ലോസ് എന്താണ്? ആ ഒരു സെന്റൻസിനെ മാത്രം അല്ലെങ്കിൽ ആ ഒരു ക്ലോസിനെ മാത്രം നിർത്തിയാൽ അതൊരു മീനിങ്ഫുൾ സെന്റൻസ് ആവില്ല. ഫസ്റ്റ് സെന്റൻസിൽ ഓൾസോ ഇറ്റ് വാസ് റെയിനിങ്ങില് ഓൾസോ ഇറ്റ് വാസ് റെയിനിങ് അതൊരു മീനിങ്ഫുൾ സെന്റൻസ് ആണോ? ഗിവ് മീ യെസ് ഓർ നോ. ഓൾസോ ഇറ്റ് വാസ് റെയിനിങ് അതൊരു മീനിങ്ഫുൾ സെന്റൻസ് ആണോ അല്ലയോ? യെസ് ഓർ നോ? നോ. വെരി ഗുഡ്. സോ ദാറ്റ് ഇസ് ദ ഡിപെൻഡന്റ് ക്ലോസ്. ഓക്കെ, അത് ഡിപെൻഡന്റ് ആണ്. ഓക്കെ, we went for a walk. Is it a meaningful sentence or not? We went for a walk. Is it a meaning? Yes. So that is the independent clause. Okay. So same way, she didn't answer എന്നുള്ളത് ഇവിടെ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ബിക്കോസ് ഷി വാസ് ബിസി എന്നത് ഡിപെൻഡന്റ് ക്ലോസ് ആണ്.
ഓക്കെ. സോ നൗ വാട്ട് ഐ വോണ്ട് യു ടു ഡു ഇസ്, നമ്മൾ ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു പ്രാക്ടീസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. യൂസ് കൺജങ്ഷൻസ് ലൈക്ക് ബിക്കോസ്, ഓൾദോ, ഇഫ് ആൻഡ് വെൻ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കോമൺ ഡെയിലി ഡയലോഗ്സിൽ വരാൻ സാധ്യതയുള്ള കൺജങ്ഷൻസ് ഇതൊക്കെയാണ്. ബിക്കോസ്, ബിക്കോസ് എന്തിനാണ് യൂസ് ചെയ്യുക? കാരണങ്ങൾ പറയാൻ, റീസൺ പറയാൻ വേണ്ടി. ഓക്കെ, അതായത് ഷീ ഡിഡ്ന്റ് ആൻസർ ബിക്കോസ് ഷീ വാസ് ബിസി. ബിസി ആയത് കാരണമാണ്, കാരണങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുക. ഓൾദോ എന്തിനാണ് യൂസ് ചെയ്യുക? കോൺട്രാഡിക്ടറി ആയ കാര്യങ്ങൾ പറയാം. അതായത് പൊതുവെ ആരും മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങില്ല, പക്ഷെ ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്, ഓൾദോ, ഈവൻ ദോ, ദോ ഇതെല്ലാം സെയിം മീനിങ് ആണ് കേട്ടോ കൺവേ ചെയ്യുന്നത്. ഓൾദോ, ഈവൻ ദോ, ദോ ഇതെല്ലാം സെയിം മീനിങ് ആണ്. കോൺട്രാഡിക്ടറി സെന്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട്, മഴ പെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും, എങ്കിലും, യെസ് വി വെന്റ് ഫോർ എ വാക്ക്. ഇഫ് നമ്മൾ പറയാ എന്തെങ്കിലും കണ്ടീഷൻസ്, ഇഫ് യു ആർ കമ്മിങ് ഐ വിൽ ഓൾസോ ജോയിൻ, ഇഫ് യു കംപ്ലീറ്റ് ദ ഹോംവർക്ക് ഐ വിൽ ലെറ്റ് യു പ്ലേ. ഓക്കെ, എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ചെയ്താൽ ഇങ്ങനെ ചെയ്തു തരാം, ഇത് സംഭവിച്ചാൽ അങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് വെൻ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ സമയങ്ങൾ സൂചിപ്പിക്കാൻ. ഓക്കെ, ഷീ റീച്ച്ഡ് റൈറ്റ് വെൻ യു അറൈവ്ഡ്. അവൾ എത്തിയതും നീ എത്തിയതും ഒരുമിച്ചായിരുന്നു. ഓക്കെ, അങ്ങനെ സമയങ്ങളെ സൂചിപ്പിക്കാൻ. ഓക്കെ, ഐ വിൽ കം വെൻ മൈ മദർ റീച്ചസ്. എന്റെ അമ്മ എത്തിയാൽ ഞാൻ വരാം, അമ്മ എത്തുമ്പോൾ ഞാൻ വരാം. ഇങ്ങനെ സമയങ്ങളെ സൂചിപ്പിക്കാനാണ് വെൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഗിവ് മീ ക്വിക്ക് സെന്റൻസസ് യൂസിങ് ദ കൺജങ്ഷൻസ് ഓൾദോ, ഇഫ്, വെൻ ആൻഡ് ബിക്കോസ്. ഈ 4 കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ക്വിക്ക് ആയിട്ട് കുറച്ച് കോംപ്ലക്സ് സെന്റൻസുകൾ തരുമോ? ആൻഡ് മേക്ക് ഷുവർ നമ്മളിവിടെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സെന്റൻസുകൾ തരും. സോ അത് നിങ്ങൾക്കും ബാക്കി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. Give me sentences using conjunctions because, although, if, and when. I was late because there was heavy traffic. Good, Aisha. Although there is heavy traffic, we went to Lulu Mall. Okay, good. ന്യൂസിൽ ഉള്ളതാണ് അല്ലെ, കോഴിക്കോട് ലുലു മാൾ തുറന്നിട്ട് ഭാഗമായിട്ട് ഭയങ്കര തിരക്ക്. Even though I kicked him, he didn't kick me back. Okay, good, Midlash. Even though he was sick, he attended the exam. Okay, past sentence only. So attended the exam. Although I have headache, I am attending the class. Okay, good, Regina. Satyano പറഞ്ഞത്. Also, I was under the weather. I decided to participate in the program. Wow, very good, Tina. Our idiom ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. I am very happy. Our daily life അത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് I am too much happy. Tina deserves an appreciation. Okay, അവിടെ ഒരു കോമ കൊടുക്കാനുണ്ട്. Also, I was under the weather. ഒരു കോമ ഇട്ടിട്ട് വേണം ബാക്കി. I don't complete my activity because I am sick now. I don't അല്ല, I didn't. Okay, I didn't complete my activity because I was sick. If you study, you will pass. I didn't go for a walk because it was sunny. Okay, Rishi. Good. He was just about to leave when it started raining. Good. Also, I'm tired. I joined the EP session. Are you in the full ഇങ്ങനത്തെ ആണല്ലോ എനിക്ക് കിട്ടുന്നത്? എല്ലാവരും ഒന്ന് ടയർഡ് ആയിരുന്നോ? ഓണം വെക്കേഷൻ ആയിട്ടുള്ള ലാസ്റ്റ് അടിച്ചുപൊളിയാണോ? I can go there because I am very sick. Okay. I'm happy. എല്ലാവരും സെന്റൻസ് ക്രിയേഷനിലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരുടെയും സെന്റൻസ് സ്ട്രക്ചറിങ് അടിപൊളിയാണ്. വെരി ഫ്യൂ ഗ്രാമർ മിസ്റ്റേക്സ് ഹിയർ ആൻഡ് ദേർ. അതിന് മിസ്റ്റേക്സ് ഒന്നും പറയാനില്ല. ആഫ്റ്റർ ഓൾ മനുഷ്യന്മാരാണ്. There is nothing called perfection. So totally fine. I'm very happy. Okay. So I'm very happy because I got good marks. Okay. ഇനി നിർത്തിക്കോളൂ കേട്ടോ. Once I tell stop, please do stop. എന്നാലേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെയിം ടോപ്പിക്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. മോഡൽ വെർബ്സ് റിവ്യൂ. വാട്ട് ആർ മോഡൽ വെർബ്സ്? എന്താണ് മോഡൽ വെർബ്സ്? Verbs used to express ability, permission, possibility, and necessity. Okay? Words like can, could, will, would, should, must, ought എന്നിങ്ങനെയുള്ള വേർഡ്സ് ആണ് മോഡൽ വേർബ്സ് ആയിട്ട് പറയുന്നത്. എന്തിനാണ്? എബിലിറ്റി, നമ്മളുടെ കഴിവുകളെ കുറിച്ച് പറയാൻ. ഓക്കെ, ഐ ക്യാൻ സ്വിം.
അത് എന്റെ ഒരു എബിലിറ്റി അല്ല. ഐ ക്യാൻ ആണ് നമ്മൾ എപ്പോഴും എബിലിറ്റിക്ക് യൂസ് ചെയ്തത്. പെർമിഷൻ, മേ ഐ കം ഇൻ, ക്യാൻ ഐ ഡു ഇറ്റ് എന്നുള്ളത്. ഇനി പോസിബിലിറ്റി, സാധ്യതകൾ പറയാൻ. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ, ഇറ്റ് മൈറ്റ്, ഹി മേ കം നൗ എന്നിങ്ങനെ സാധ്യതകൾ പറയാൻ. പിന്നെ നെസസിറ്റീസ്, നെസസിറ്റീസ് ആണ് നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ടത്. യു മസ്റ്റ് വെയർ ഹെൽമെറ്റ്, അത് യു ഷുഡ് ഡു യുവർ ഹോംവർക്ക്. അതുപോലെ അഡ്വൈസ് ആൻഡ് സജഷൻസ്, റെക്കമെൻഡേഷൻസ് ഇതുകൂടെ ഉണ്ട് കേട്ടോ മോഡൽ വെർബ്സിന്റെ ഫംഗ്ഷൻസിൽ. സജഷൻസ്, റെക്കമെൻഡേഷൻസ്, അഡ്വൈസ് കൊടുക്കാനും നമ്മൾ ഈ ഷുഡ് മസ്റ്റ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, സോ വിൽ ലുക്ക് ഇൻ ടു എക്സാമ്പിൾസ്. യു ഷുഡ് കോൾ യുവർ ഡോക്ടർ, ഇവിടെ അഡ്വൈസ് ആണത്. യു ഷുഡ് കോൾ യുവർ ഡോക്ടർ, നീ എന്തായാലും നിന്റെ ഡോക്ടറെ വിളിക്കണം കേട്ടോ. നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണ്. പക്ഷെ ഇതേ സംഗതി ഓക്കെ ഇപ്പൊ നമ്മള് തിയററ്റിക്കലി പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യും, ഷുഡ് എപ്പോഴും അഡ്വൈസിനാണെന്ന് പഠിച്ചു വെക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാണ് യു ഷുഡ് ഡു യുവർ ഹോംവർക്ക് ടുമാറോ. അവിടെ അത് അഡ്വൈസ് അല്ല, അവിടെ അതെന്താണ്? നെസസിറ്റി അഥവാ ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിർബന്ധമായും നമ്മളത് ചെയ്യാൻ നിർബന്ധിതരാണ്. യു ഷുഡ്. ഒരു ക്ലാസ് ടീച്ചർ കുട്ടികളുടെ അടുത്ത് ഹോംവർക്കിനെ കുറിച്ച് പറയുമ്പോൾ യു ഷുഡ് ഡു യുവർ ഹോംവർക്ക് ടുമോറോ എന്ന് പറയുന്ന സമയത്ത് അവിടെ അത് അഡ്വൈസ് അല്ല, മറിച്ച് എന്താണത്? അവിടെ അത് ഒബ്ലിഗേഷൻ ആണ്. ശരിക്കും മസ്റ്റ് ആണ് ഒബ്ലിഗേഷന്റെ വേർഡ്. അതൊക്കെ തിയററ്റിക്കൽ സൈഡ്. ഓക്കെ, മസ്റ്റ് ഇസ് ഫോർ ഒബ്ലിഗേഷൻ ആൻഡ് ഷുഡ് ഇസ് ഫോർ അഡ്വൈസ്. പക്ഷെ റിയൽ ലൈഫിൽ ഇതൊക്കെ മാറ്റിയും മറിച്ചും യൂസ് ചെയ്യും കേട്ടോ. ഒരു ടീച്ചർ പറയുന്ന സമയത്ത് അത് തെറ്റാണല്ലോ എന്ന് പറയുന്നത് തെറ്റല്ല. ഓക്കെ, ദിസ് ഇസ് ദ തിയററ്റിക്കൽ വേർഷൻ. ബട്ട് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇന്റർചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്യും. നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ലോങ് ടൈം നോ സി. എല്ലാരും പറയില്ല, അത് ഇംഗ്ലീഷ് അറിയാത്തവർ പറയുന്നതാണ് നോ. ദാറ്റ് ഇസ് എ കറക്റ്റ് യൂസേജ് ആണ്. നേറ്റീവ് ആയ ആൾക്കാർ പറയുന്നതാണ്. കുറെ കാലത്തിന് ശേഷം ആൾക്കാരെ കാണുമ്പോൾ ലോങ് ടൈം നോ സി. അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ മേ ബി നോ, ബട്ട് ദാറ്റ് ഇസ് എ വെരി കോമൺ യൂസേജിലുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ദേ മൈറ്റ് കം ടു ദ പാർട്ടി. പോസിബിലിറ്റി, മേ ആൻഡ് മൈറ്റ് നമ്മൾ പോസിബിലിറ്റി പറയാൻ യൂസ് ചെയ്യും. ഈവൻ കുഡ് കൻ ഓൾസോ, ഇറ്റ് കുഡ് റെയിൻ അല്ല. അങ്ങനെ അപ്പൊ ഈ ഒരു മോഡൽ വേർബിന് ഒരു യൂസ് മാത്രമല്ല ഉള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മേ ഐ കം ഇൻ, അവിടെ എന്താണ്? ഞാൻ പെർമിഷൻ ചോദിക്കാനാണ് മേ യൂസ് ചെയ്തത്. ഹി മേ കം നൗ, അവിടെ എന്താണ്? പോസിബിലിറ്റി ആയി. രണ്ടിടത്തും മേ തന്നെയല്ലേ യൂസ് ചെയ്തത്. ഓക്കെ, സോ സെയിം മോഡൽ വേർബ്സിന് തന്നെ ഡിഫറെന്റ് യൂസസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ലെസണിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് റിവിഷൻ, നമ്മൾ ജസ്റ്റ് ബ്രഷിംഗ് അപ്പ് ആണ്. ഓക്കെ, മോഡൽ വേർബ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഓക്കെ, എനി ഡൗട്ട്സ്? മോഡൽ വേർബ്സിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഡൗട്ട്സ് ലാസ്റ്റ് ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോ പറഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഇസ് ബെറ്റർ. ഓക്കെ, സോ ഒരു പ്രാക്ടീസ് ടിപ്പ് കൊടുത്തിരിക്കുന്നത്, റിമെമ്പർ ടു യൂസ് ദ ബേസ് ഫോം ഓഫ് ദ വേർബ് ആഫ്റ്റർ മോഡൽ. അതായത് മോഡൽ വേർബിന് ശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് വരിക. അത് ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്യുർ ഫോം, അതായത് ING വേണ്ട, പാസ്റ്റ് അല്ല, ED ആഡ് ചെയ്യേണ്ട, S ആഡ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഐ ക്യാൻ സ്വിം, യു ഷുഡ് ഡു, മീന ഷുഡ് ഈറ്റ്. ഓക്കെ, സോ എപ്പോഴും മോഡൽ വേർബിന് ശേഷം ബേസ് ഫോം ആണ് വരിക. ഓക്കെ, യു ഷുഡ് ഡു, ഹി ഷുഡ് ഈറ്റ്, യു മസ്റ്റ് വിയർ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. Okay, and now can you all please give me few examples of sentences with modal verbs? Vegam, quick guide, I'll give you a minute. ഇവിടെ Chris Gio നമ്മളോട് കുറച്ച് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. So please help him by giving few examples. You should love yourself if you want to love others. Okay, very good, Leah. ഇതൊരു അഡ്വൈസ് ആണ്. You should. ഇതൊരു അഡ്വൈസ് ആണ് അവിടെ. Yes, Amina, using any modal words. You must leave immediately. അതൊരു നെസസിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ആണ്. You should study the portions well. Teacher may conduct surprise test tomorrow. Very good, Kavita. She could write when she was 6. Okay, she could write when she was 6. Very good. You should take your medicine on time. Yes, വീണ്ടും advice ആണ്. You should respect elders. വീണ്ടും advice ആണ്. Can I have some more chocolates? Very good. Can എന്ന മോഡൽ വേർബ് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം മിസ്സായിപ്പോയി. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ മോഡൽ വേർബ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് മോഡൽ വേർബ് ആണ് കേട്ടോ ഫസ്റ്റ് വരിക. ഫോർ എക്സാമ്പിൾ,
Can I have some more chocolates? May I borrow your pen? ഓക്കെ, എപ്പോഴും മോഡൽ വേർബ് ആണ് ഫസ്റ്റ് വരേണ്ടത് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. യു ക്യാൻ പാസ് ദി എക്സാം. യു ക്യാൻ ഡു ഇറ്റ്. ഷി മൈറ്റ് അറ്റൻഡ് ദ വെഡിങ് ഇഫ് ഷി ഗെറ്റ്സ് ബെറ്റർ. വെരി ഗുഡ് സെന്റൻസ് അമീന. നിങ്ങൾ ഇങ്ങനെ സെന്റൻസുകൾ ഇപ്പൊ ഞാൻ അമീൻ ബാക്കി എല്ലാവരുടെ അടുത്തും ഗുഡും അമീനയുടെ അടുത്ത് വെരി ഗുഡും പറഞ്ഞതിന്റെ ഒരു ഡിഫറൻസ് എന്താ അറിയോ? ഷി മൈറ്റ് അറ്റൻഡ് ദ വെഡിങ് അത്രയും പറഞ്ഞ് നിർത്തുകയായിരുന്നെങ്കിൽ അമീനക്കും കിട്ടിയുള്ളൂ. പക്ഷെ അവിടെ എന്ത് വന്നു? ഇഫ് ഷി ഗെറ്റ്സ് ബെറ്റർ. അവിടെ എന്ത് ചെയ്തു? ആ ഒരു സിമ്പിൾ സെന്റൻസിനെ അമീന കോംപ്ലക്സ് സെന്റൻസ് ആക്കിയിട്ടുണ്ട് ബൈ ആഡിങ് ഇഫ്. നിങ്ങൾ പഠിക്കുന്നതല്ല, ഇപ്പൊ ഞാൻ മോഡൽ വേർബ്സിന്റെ എക്സാമ്പിൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മോഡൽ വേർബ്സ് മാത്രമല്ല ഇതുവരെ പഠിച്ച എല്ലാം നിങ്ങൾക്ക് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. നേരത്തെ ടീനനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഇൻകോർപ്പറേറ്റഡ് ഇഡിയം ഇൻടു ഇറ്റ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഐ ഡിഡ്ന്റ് ആസ്ക് ഫോർ ഇറ്റ്. ഓക്കെ, യാ. സോ അത് എല്ലാവരോടും ഞാൻ ഒന്ന് പറയാൻ കേട്ടോ. ചിലർക്ക് മാത്രം ഗുഡും ചിലരോട് മാത്രം വെരി ഗുഡും പറയുന്നതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി പറഞ്ഞാണ്. Could you please help me? I can swim. Okay. Thank you so much. Very good. I'm happy. Okay, നിങ്ങൾ സിമ്പിൾ സെന്റൻസ് അയക്കുന്ന സമയത്തും I am happy. I am muting all. Okay. Yes. We are done with model verbs. Okay, ഇനി ആരും സെന്റൻസുകൾ അയക്കേണ്ടതില്ല. Okay, I'm happy. Everyone has given me a good response. Next is passive voice in different tenses. ആദ്യം എന്താണ് പാസീവ് വോയിസ്? നമ്മളിപ്പോ സംസാരിക്കുന്നതും ഇതുവരെ സെന്റൻസ് പറഞ്ഞതും എല്ലാം ആക്റ്റീവ് വോയിസിലാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്? ആർക്കെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? ഐ ഗിവ് സമ്മൺ ചാൻസ്. ആദ്യം കൈ റേസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒന്ന് വോളണ്ടറി ആയിട്ട് ആരെങ്കിലും വരുന്നോ? ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പറയാം. പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? Leah and Joy. Leah has raised hand. Yes, Leah, you can unmute. Leah, please unmute. Okay, I think Leah is having some issue. Unmute ചെയ്തിട്ടില്ല. Okay, fine. എന്തായാലും നമ്മുടെ ചാറ്റ് ബോക്സിൽ എനിക്ക് റിപ്ലൈ കിട്ടി. Ajay Kiran is right. Active is used directly and passive is used indirectly. കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിട്ടില്ല. നമ്മൾ അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമ്മൾ അങ്ങനെ പറയാം. ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത്. സോ ഇവിടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അല്ല. ക്രിസ്, സംതിങ് വി ആർ നോട്ട് ഷുവർ അബൌട്ട്. നോ, അതും അല്ല. പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്റ്റീവ്. ഓക്കെ, യെസ്, പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പാസീവ്. സ്ട്രക്ചർ വെർ ദ ഫോക്കസ് ഇസ് ഓൺ ദി ആക്ഷൻ, അതാണ് പാസീവ്. ഓക്കെ, റെജീന പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാസീവ്. റെജീന പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസീവ്. പ്രവർത്തിക്കുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ആക്റ്റീവ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ആക്റ്റീവ്. വേർബിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പാസീവ്. ഓക്കെ. ഇനി നമുക്ക് ചാറ്റ് ബോക്സ് വിട്ട് എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കും കേട്ടോ. In passive voice, it is a structure where the focus is on the action, not who performs it. ഇപ്പൊ ഒരു നോർമൽ സെന്റൻസ്, അതായത് സിമ്പിൾ സെന്റൻസിൽ എങ്ങനെയാണ്? The students read the book. The students read the book. The students എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. read എന്നത് verb ആണ്. എന്താണ് വായിച്ചത്? The book എന്നത് ഒബ്ജക്റ്റ് ആണ്. SVO. ഇവിടെ പാസീവ് സെന്റൻസിലേക്ക് വരുമ്പോൾ സെന്റൻസ് സ്ട്രക്ചർ SVO തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സബ്ജക്റ്റിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ verb ആണ് സബ്ജക്റ്റ്. സോറി, ഇവിടെ ഒബ്ജക്റ്റ് ആണ് നമ്മളുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദി ഒബ്ജക്റ്റ് ഇൻ സിമ്പിൾ സെന്റൻസ് ഇസ് ദ സബ്ജക്റ്റ് ഇൻ പാസീവ് സെന്റൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ സ്റ്റുഡൻസ് ആർ റീഡിംഗ് ദ ബുക്ക് അല്ലെങ്കിൽ ദ സ്റ്റുഡൻസ് റെഡ് ദ ബുക്ക് എന്ന സെന്റൻസ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്താവും? ദ ബുക്ക് ഇസ് റെഡ് ബൈ ദ സ്റ്റുഡൻസ്. സോ നോർമൽ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ് പാസീവ് സെന്റൻസിലെ സബ്ജക്റ്റ് ആയി വരുന്നത്. ഓക്കെ, സോ ദ സെന്റൻസ് സ്ട്രക്ചർ ഇസ് SVO തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ സെന്റൻസുകൾ യൂസ് ചെയ്യാം? ഒന്ന് നമുക്കിത് ആരാണ് ചെയ്യുന്നത് എന്നറിയാത്ത സ്ഥിതിയില്, ഇപ്പൊ ഒരു വലിയ മോള് ബിൽഡ് ചെയ്യുന്നുണ്ട്, നമുക്കത് ആരാ ബിൽഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോ കൃത്യമായി അറിയില്ല ഏതോ ഒരു കമ്പനിയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് പറയാം ദിസ് സോ ആൻഡ് സോ MNC ബിൽഡിംഗ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കൃത്യമായി ഏത് മൾട്ടിനാഷണൽ കമ്പനിയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പൊ ലുലു പറയാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം MA ഗ്രൂപ്പ് ഹാസ് ബിൽഡ്.
MA ഗ്രൂപ്പ് ഹാസ് ബിൽറ്റ് ലുലു മോൾ എന്ന് പറയാം, നമുക്ക് കൃത്യമായി അറിയാം. പക്ഷെ ഇത് ഏതോ ഒരു മാൾ, ഏത് മാളാണെന്ന് നമുക്കറിയാം. സോ ആ സമയത്ത് നമ്മൾ എങ്ങനെയാ പറയാ? ദ മോൾ ഇസ് ബിൽറ്റ് ബൈ ആൻ MNC. ഓക്കെ, അവിടെ എന്താണ്? മോൾ എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ആക്ഷൻ ആണ്, അല്ലാണ്ട് അത് ആര് ചെയ്യുന്നതിനല്ല. ആ ആക്ഷൻ ആണ് നമ്മൾ ആ മോള് ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ആര് പണിയുന്നു എന്നതിനല്ല. മറിച്ച് ദ MA ഗ്രൂപ്പ് ഹാസ് ബിൽറ്റ് ലുലു മോൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടൻസ് എന്താണ്? സബ്ജക്റ്റിനാണ്. ദാറ്റ് ഇസ് MA ഗ്രൂപ്പിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് വരും. ബാക്കി എല്ലാത്തിനും നിങ്ങൾ ഇച്ചിരി കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആണെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ്. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എക്സാമ്പിൾസും കൂടെ പറയുമ്പോൾ മനസ്സിലാവും. ആൻഡ് പാസീവ് വോയിസ് ടെൻസുകൾ മാറുന്ന അനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിൾ എന്താണ്? അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് തന്നെയാണ് കേട്ടോ പ്രസന്റ് സിമ്പിളും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ദ ബുക്ക് ഇസ് റെഡ് ബൈ ദ സ്റ്റുഡൻസ്. അവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് വന്നത്? ബുക്കിനാണ്. ആ ബുക്ക് കുട്ടികളാണ് വായിച്ചത്. ഓക്കെ, ആര് വായിച്ചു എന്നതിനല്ല, ആ ബുക്ക് വായിച്ചത് കുട്ടികളാണ്. ഓക്കെ, ആ ബുക്ക് വായിച്ചു എന്നതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഇനി സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോ ദ ലെറ്റർ വാസ് റിട്ടൺ യെസ്റ്റർഡേ. ദ ലെറ്റർ വാസ് റിട്ടൺ യെസ്റ്റർഡേ എന്നതിന്റെ സിമ്പിൾ സെന്റൻസ് എന്താ? ദ ലെറ്റർ വാസ് റിട്ടൺ യെസ്റ്റർഡേ എന്നതിന്റെ സിമ്പിൾ സെന്റൻസ് എന്താ? ദിസ് ഇസ് ദ passive voice. What is the active voice of the letter was written yesterday? Very good, Chris. I wrote the letter yesterday. Very good. I എന്നത് സബ്ജക്റ്റ് ആണ്, wrote എന്നത് verb ആണ്. എന്താണ് എഴുതിയത്? The letter എന്നത് ഒബ്ജക്റ്റ് ആണ്. ഇവിടത്തെ ഒബ്ജക്റ്റ് ലെറ്റർ ആണ്. ആ ലെറ്ററിനെ നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ആക്കി. Okay, I wrote the letter yesterday. Somebody wrote the book yesterday. Yesterday I wrote the letter. Okay, I wrote the letter yesterday എന്ന് പറയുന്നത് yesterday I wrote the letter എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ബട്ട് ഐ തിങ്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ യൂസേജ് നമ്മൾ എപ്പോഴും ഡേ ലാസ്റ്റ് വെക്കുന്നതാണ്. ഓക്കെ, I wrote the letter yesterday എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. yesterday I wrote the letter എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, സോ ഇവിടുത്തെ പ്രാക്ടീസ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴാണ് പാസീവ് വോയിസ് യൂസ് ചെയ്യേണ്ടത്? ആരാണ് ഒരു ആക്ഷൻ ചെയ്യുന്നത് എന്ന് അറിയാത്ത സമയത്ത് നമുക്ക് പാസീവ് വോയിസ് പറയാം. ഓക്കെ, കൃത്യമായ ആരാണ്? ഇപ്പോ ഓണം സെലിബ്രേഷന്റെ ടൈമാണ്. ദ സ്റ്റേജ് ഇസ് ബീങ് സെറ്റ് അപ്പ് ബൈ ദ സ്റ്റുഡൻസ്. ആണ്, സ്റ്റുഡൻസ് ആണെന്ന് അറിയാം, പക്ഷെ കൃത്യമായി ഏത് സ്റ്റുഡന്റ് ആണെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? ദ സ്റ്റേജ് ഇസ് ബീങ് ഡെക്കറേറ്റഡ് ബൈ ദ സ്റ്റുഡൻസ്. ഓക്കെ, അല്ലെങ്കിൽ ദ സ്റ്റേജ് ഇസ് ബീങ് സെറ്റ് അപ്പ് ബൈ ദ സ്റ്റുഡൻസ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Next is conditionals. What are conditionals? എന്താണ് conditionals? Conditional sentences എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these sentences describe possible, hypothetical or impossible situations and their results. അതായത് ഈ കണ്ടീഷണൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്തായാലും നടക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യാം, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാം. അതേപോലെ ഹൈപ്പോത്തറ്റിക്കൽ. വാട്ട് ഇസ് മെൻ ബൈ ഹൈപ്പോത്തറ്റിക്കൽ? ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിട്ടില്ല, പക്ഷെ നടക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫ് സാധ്യതകളല്ല. ഫോർ എക്സാമ്പിൾ, എന്താ പറയാ, ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ കോടീശ്വരനായാനെ. ഹൈപ്പോത്തറ്റിക്കൽ ആണ് എന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കാത്ത ഒരാൾ അത് വന്നിരുന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷൻ ആണോ അത്? അല്ലല്ലോ. സോ ഹൈപ്പോത്തറ്റിക്കൽ ക്യാൻ ബി റിയൽ ഓർ അൺറിയൽ. ഓക്കെ, സോ ഓരോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണൽസ് ഉണ്ട്. ഓരോന്ന് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് വൺ ഇസ് സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ, പരമാർത്ഥങ്ങൾ, ജനറൽ ട്രൂത്ത്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സെന്റൻസിന്റെ ഫോമാറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഓരോ കണ്ടീഷണലിലേക്ക് വരുമ്പോഴും ടെൻസുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇൻ സീറോ കണ്ടീഷണൽ വി കൺവേ ജനറൽ ട്രൂത്ത്സ്. എന്താ, സൂര്യൻ എന്നും ഉദിക്കുന്നു അസ്തമിക്കുന്നു, അങ്ങനെയുള്ള കോമൺ ജനറൽ ട്രൂത്ത്, ഫാക്ട്. ഇവിടെ കൊടുത്തിരുന്ന എക്സാമ്പിൾ എന്താണ്? ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്, ഇഫ് യു ഫ്രീസ് വാട്ടർ ഇറ്റ് ടേൺസ് ടു ഐസ് എന്നിങ്ങനെയുള്ള സത്യങ്ങൾ. അതിൽ വേറെ ഇങ്ങനെ ചെയ്താലേ അങ്ങനെ സംഭവിക്കൂ എന്നുള്ളതില്ല. ഹീറ്റ് ചെയ്താൽ എന്തായാലും വെള്ളം തിളക്കും, ഫ്രീസ് ചെയ്താൽ എന്തായാലും വെള്ളം ഐസ് ആവും എന്നുള്ള സത്യങ്ങൾ പറയുന്നതാണ് സീറോ കണ്ടീഷണൽ.
ഓക്കെ, അഥവാ ജനറൽ ട്രൂത്ത്സ്. ഇതിന്റെ ഫോമാറ്റ് എന്താണ്? ഇഫ് പ്ലസ് പ്രസന്റ് സിമ്പിൾ, സിമ്പിൾ പ്രസന്റ് കോമ പ്രസന്റ് സിമ്പിൾ. അതായത് കണ്ടോ, ഇഫ് പ്ലസ് പ്രസന്റ് സിമ്പിൾ എന്താണ്? യു ഹീറ്റ് വാട്ടർ എന്നത് സിമ്പിൾ പ്രസന്റ് ആണ്, കോമ വീണ്ടും സിമ്പിൾ പ്രസന്റ്, ഇറ്റ് ബോയിൽസ്. നിങ്ങൾ ഇങ്ങനെ ആ ഒരു ഫോർമുല പോലെ ഒന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ, സെന്റൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, അത് മനസ്സിൽ പതിയും, ഷുവർ, നോ ഡൗട്ട്. നെക്സ്റ്റ് ഇസ് നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് കണ്ടീഷണൽ. ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നത് പോസിബിലിറ്റീസ്, റിയൽ ഫ്യൂച്ചർ പോസിബിലിറ്റീസ്. സീറോ കണ്ടീഷണലിൽ പോസിബിലിറ്റി അല്ല, ഉറപ്പായിട്ടും സംഭവിക്കുന്ന സംഗതികളാണ്. അതായത് വെള്ളം ഹീറ്റ് ചെയ്താൽ അത് തിളക്കും എന്നുള്ളത് ഒരു പോസിബിലിറ്റി അല്ല, അത് നിർബന്ധമായും എന്തായാലും സംഭവിക്കും. ഓക്കെ, യെസ് അമീന, കണ്ടീഷണൽ മെസ്സേജ് സെൻഡ് ബിഫോർ യു ഡ്രോപ്പ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷണലിൽ റിയൽ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ ഹോം. മഴ പെയ്താൽ ഞാൻ വീട്ടിൽ നിൽക്കും. ഓക്കെ, and all conditional sentence will begin with if. Okay, thank you for reminding me, Amina. അമീനയുടെ മെസ്സേജ് കണ്ടപ്പോഴാണ് ആ ഒരു പോയിന്റ് പറയാൻ ഓർമ്മ. ഓക്കെ, കാരണം എല്ലാത്തിന്റെയും സെന്റൻസ് ഇങ്ങനെ വെച്ച് വെള്ളം ചൂടാക്കിയാൽ അത് തിളക്കും. ആ ആൽ എന്ന പ്രയോഗം വരാനാണ്, ഇങ്ങനെ ചെയ്താൽ എന്നുള്ള പ്രയോഗം വരാനാണ് ഇഫ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ ഐ വിൽ സ്റ്റേ ഹോം, ഞാൻ വീട്ടിൽ നിൽക്കും. നെക്സ്റ്റ് സെക്കൻഡ് കണ്ടീഷണൽ, അതായത് ഹൈപ്പോത്തറ്റിക്കൽ പ്രസന്റ് ഓർ ഫ്യൂച്ചർ. Hypothetical can be real or unreal. If I won the lottery, I would travel the world. ഇതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് if plus simple past. ഓക്കെ, won എന്നത് been won, simple past ആണ്. കോമയിട്ട് would plus base verb, would travel the world. travel എന്നത് base verb ആണ്, traveled എന്നത് simple past ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഓരോ കണ്ടീഷണലിന്റെ താഴെ ഒരു 5 സെന്റൻസ് വെച്ച് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പഠിയും കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റ് ഇഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ കോമ വുഡ് പ്ലസ് ബേസ് വേർബ് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, ഇഫ് ഐ വോൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഓക്കെ, പക്ഷെ ഇതേ സെന്റൻസ് തന്നെ ഇതിന്റെ കറക്റ്റ് ഫോർമാറ്റ് ഇതാണ്. പക്ഷേ ഇഫ് ഐ ഹാപ്പൻ ടു വിൻ ദ ലോട്ടറി ഐ വിൽ ട്രാവൽ ദ വേൾഡ് എന്ന് പറയുന്നിടത്തും തെറ്റൊന്നും ഇല്ല. ഓക്കെ, if I had won the lottery, I would have become wealthy. Okay ആണ്, that sentence is also right. Okay, but നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം തിയററ്റിക്കലി പഠിക്കുന്നതും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. You don't have to stick to this theories. Okay, തേർഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത് അൺറിയൽ പാസ്റ്റ്, അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയി. നമ്മളെ ഏറ്റവും കൂടുതൽ ബീങ് സ്റ്റുഡൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന സംഗതി എന്താ? പഠിച്ചിരുന്നെങ്കിൽ പാസ്സായാനെ, പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മാർക്ക് കിട്ടിയാനെ, അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയാനെ എന്ന് പറയില്ലേ, അതാണ് തേർഡ് കണ്ടീഷണൽ, അൺറിയൽ പാസ്റ്റ്. ദാറ്റ് ഈസ് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഈറ്റൻ ദ മെഡിസിൻ, if I had eaten the medicine I would not fall ill. ഓക്കെ, ഞാൻ മരുന്നുകൾ കഴിച്ചിരുന്നെങ്കിൽ. if I won എന്ന് പറയോ? isn't won past tense. അതെ, സെക്കൻഡ് കണ്ടീഷണലിന്റെ ഇത് നോക്കൂ മിഥിലാജ്, if പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ്, വിന്നിന്റെ പാസ്റ്റ് എന്താ? won ആണ്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. if I won the lottery I would travel the world. that is correct. ഓക്കെ, പക്ഷെ അതേ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ട്രാവൽ ദ വേൾഡ് എന്ന് പറയുന്നതിലും തെറ്റില്ല. ഓക്കെ, സോ എല്ലാ കണ്ടീഷണൽസും ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ഫസ്റ്റ് കണ്ടീഷണൽ ഇങ്ങനെയാണ്, സെക്കൻഡ് കണ്ടീഷണൽ ഇങ്ങനെയാണ്, അങ്ങനെ പഠിച്ചു വെക്കണ്ട. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇവിടെ പറയുന്നതാണ്. റിയൽ ലൈഫിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ദ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഓരോ കണ്ടീഷണലിന്റെ അണ്ടറിലും 5 to 10 സെന്റൻസസ് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ ഇൻസിഡൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് കണ്ടീഷണൽ എപ്പോഴും യൂസ് ചെയ്യാൻ, നമ്മൾ റിഗ്രറ്റ് ചെയ്യാനാണ്, കാര്യങ്ങളെ കുറിച്ചോർത്ത് എന്താ പറയാ, കുറ്റബോധം അടിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആയാനെ എന്ന് പറയാൻ വേണ്ടി. അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് അത് ലിങ്ക് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് കണ്ടീഷണൽസ് പ്ലീസ് ആസ്ക്. കണ്ടീഷണൽസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്ത് പോവാം, ചോദിച്ചോളൂ. ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് വന്നോളൂ, മിണ്ടാണ്ട് എനിക്ക് മനസ്സിലാവില്ല. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ്,
Everything is clear? You can also give me a thumbs up. Okay, good. കുറെ പേര് thumbs up. ബേസ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബിന്റെ ഫസ്റ്റ് ഫോം അതിനെ പാസ്റ്റിലേക്ക് ആക്കാണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ട്രാവൽ അതാണ് അതിന്റെ ബേസ് ഫോം. അതിന്റെ മാറ്റുന്ന എങ്ങനെയാണ്? ട്രാവലിംഗ്, ട്രാവൽഡ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? അതിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഓക്കെ, ട്രാവൽ ആണ് അതിന്റെ ബേസ് വേർബ്. ഓക്കെ, റൈറ്റ് എന്നതാണ് ബേസ് വേർബ്. റിട്ടൺ, റോട്ട് എന്നതൊക്കെ അതിന്റെ മറ്റു ഫോംസ് ആണ്. റൈറ്റിംഗ്, റോട്ട്, റിട്ടൺ എല്ലാം മറ്റു ഫോംസ് ആണ്. റൈറ്റ് ഇസ് ദ ബേസ് വേർബ്. ഈറ്റ് എന്നതാണ് ബേസ് വേർബ്. ഈറ്റൻ, എയ്റ്റ് അതിന്റെ മറ്റു ഫോംസ് ആണ്. ക്ലിയർ ആണോ ബേസ് വേർബ് എന്താണെന്നുള്ളത്? അശാന ഒന്നുകൂടെ പറയോ? എന്താണ് ഒന്നും കൂടെ പറയേണ്ടതെന്ന് പറയണം കേട്ടോ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാന്ന്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആഫ്റ്റർ ദ ക്ലാസ് യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ ഡെയിലി ലെസൺ. ഡെയിലി ലെസൺസിൽ എന്റെ തന്നെ വോയിസ് ആണ്. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്? എന്റെ ഡെയിലി വോയിസുകൾ ക്ലിയർ ആണോ? Could you explain the last one? Third conditional ആണോ ലിനോ? തേർഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത് പാസ്റ്റ്, കഴിഞ്ഞു പോയത്. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നമ്മൾ നടക്കാത്ത കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അൺറിയൽ പാസ്റ്റ്, അതായത് ഞാൻ നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സായാനെ, ഞാൻ നല്ലവണ്ണം പഠിച്ചില്ല അതുകൊണ്ട് ഞാൻ തോറ്റുപോയി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയാണ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ഹാവ് പാസ് ദി എക്സാം. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡർ ഐ വുഡ് ഗെറ്റ് എ ജോബ്. അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ ജോബ്. ഓക്കെ, അങ്ങനെ നമ്മൾ റിഗ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ല, നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ സാധനം നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നതാണ് ഇവിടെ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ലിനു. ക്ലിയർ അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും എന്റെ ഡെയിലി വോയിസിൽ പ്രശ്നം ഉണ്ടോ? ഞാനിപ്പോ ഇനി വരുന്ന വോയിസുകൾ അതായത് കുറച്ച് ഷോർട്ട് ആക്കി തുടങ്ങി. ബിക്കോസ് 8 മിനിറ്റ് വോയിസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം 4-5 മിനിറ്റ്സിൽ തീർക്കാൻ നോക്കുന്നുണ്ട്. സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എക്സാമ്പിൾസ് കൂട്ടുകയോ, എനി സജഷൻസ് റിഗാർഡിംഗ് യുവർ ഡെയിലി വോയിസ്? ഐ മീൻ യുവർ ഡെയിലി വോയിസ് അല്ല, ഞാൻ അയക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന ഡെയിലി വോയിസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ട് ഉള്ളതിൽ ഇനി ചേഞ്ചസ്? ഓക്കെ, സോ ഇത് എല്ലാ വീക്കും ഞാൻ ചോദിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടാവും. എക്സാമ്പിൾ ആഡ് ചെയ്യാം. ലെങ്ത് ഉണ്ടായിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷെ ലെങ്ത് ആവുമ്പോ എനിക്ക് തന്നെ കേൾക്കുമ്പോൾ ബോറടിക്കും. അപ്പൊ കൂടുതൽ ലെങ്ത് ആവുമ്പോൾ എനിക്ക് എപ്പോഴും ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കുന്നതാണ് ഇഷ്ടം. സോ ലെങ്ത് ആവുന്ന സമയത്ത് കുറെ പേര് മടിയും അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഷോർട്ട് ആക്കുന്നത്. ഓക്കെ, ആൻഡ് എല്ലാ വീക്കും ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാത്തു നിൽക്കണ്ട. അതായത് ഇടയിൽ എപ്പോഴെങ്കിലും എന്റെ വോയിസിന്റെ ക്വാളിറ്റി കുറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ. ഓക്കെ, നോ വറീസ്. യാ, നെക്സ്റ്റ് ഇസ് റിപ്പോർട്ടഡ് സ്പീച്ച് റിവ്യൂ. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ വന്ന് മറ്റൊരാളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. ഓക്കെ, ഡിറക്റ്റ് സ്പീച്ച് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിറക്റ്റ് സ്പീച്ച് ആണ്. പക്ഷെ നിങ്ങൾ ഇന്നിപ്പോ ക്ലാസ് മിസ്സായ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാണ്, ഇന്നലെ ഈ EP ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ച്. A way of reporting what someone said without quoting their exact words. സോ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ച വാക്കുകളിൽ വ്യത്യാസം വരും. സോ എന്തൊക്കെയാണ് നമ്മളൊരു റിപ്പോർട്ടഡ് സ്പീച്ചിൽ മാറ്റേണ്ടത്? ടെൻസ് മാറും. ഓക്കെ, ഐ ആം ടയർഡ് എന്നത് ഷീ വാസ് ടയർഡ് എന്നാവും. പ്രോനൗൺ മാറും. ഐ എന്നത് ബോയ് ആണെങ്കിൽ ഹി ആവും, ഗേൾ ആണെങ്കിൽ ഷീ ആവും. ടൈം എക്സ്പ്രഷൻസ് മാറും. ടുഡേ എന്നത് ദാറ്റ് ഡേ ആവും, ടുമാറോ എന്നത് നെക്സ്റ്റ് ഡേ ആവും, യെസ്റ്റർഡേ എന്നത് ദ ഡേ ബിഫോർ ആവും. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ്. എന്തൊക്കെയാണ്? ടെൻസ്, പ്രോനൗൺ, ടൈം എക്സ്പ്രഷൻ. എല്ലാ സെന്റൻസിലും ടൈം എക്സ്പ്രഷൻ ഉണ്ടായിക്കോളണമെന്നില്ല, ബട്ട് പ്രോനൗൺസും ടെൻസും എല്ലാ സെന്റൻസിലും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. An example is given here. The direct speech is, she said, I am tired. Reported speech like vannappo endai? She said she was tired. Okay, tense marile. Yeah. So now what I want is, I want everyone to give a sentence as example in reported speech. Ainte direct sentence eniki venda, reported speech onnu ivada tharanam.
സെഡും ടോൾഡും തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പോ എന്നോട് പറഞ്ഞ കാര്യമാണെങ്കിൽ അത് സെഡ് ആണ്. ഓക്കെ, ഇപ്പോ ഓക്കെ ഞാൻ പറയാണ്, എന്റെ അടുത്ത് എന്റെ ക്ലാസ് ടീച്ചർ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് എന്നുണ്ടെങ്കിൽ, ഐ ക്യാൻ ടെൽ യു ദ ടീച്ചർ ടോൾഡ് മീ ടു ഡു ദ ഹോംവർക്ക്. ദ ടീച്ചർ ടോൾഡ് മീ ടു ഡു ദ ഹോംവർക്ക്. അവിടെ എന്താ, എന്നോട് ഒരു കാര്യം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാണ്, അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സെഡ് യൂസ് ചെയ്യുക എപ്പോഴാണ്, നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞ ഒരു കാര്യം, അതായത് ഷീ സെഡ് ഷി വാസ് ടയർഡ്. ഈ ഷീ സെഡ് she told her mother that she was tired. Okay, പക്ഷെ said and told can be interchangeably used, but reported said and told തമ്മിലുള്ള ഡിഫറൻസ് അത്, ഒരാൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് told യൂസ് ചെയ്യാം. She told her mother that she was tired. Okay, she said she was tired, അത് എന്റെ അടുത്ത് പറഞ്ഞു. അവൾ അവളുടെ അമ്മയുടെ അടുത്ത് അവൾ ടയേർഡ് ആണെന്ന് പറഞ്ഞു, അതായത് അവൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ കാര്യം നമ്മൾ അങ്ങനെ പറയുമ്പോൾ she told. But told and said can also be interchangeably used. Raju's എവിടെയാണ്, he said he can do that. Okay, my small sister said that she wasn't able to do work. Okay, she told she was tired. Okay, she said that she called you. Okay, he said he was in the class. Okay, she told me that she would come. അവിടെ ദാറ്റിന്റെ ആവശ്യം ഇല്ല. ദാറ്റ് ഷി ടോൾഡ് മീ ഷി വിൽ കം അല്ലെങ്കിൽ ഷി വുഡ് കം, അവിടെ ദാറ്റ് ഇസ് എക്സ്ട്രാ, ദാറ്റ് വേണം എന്നില്ല. ദാറ്റ് ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അനാവശ്യമായി വാക്കുകൾ ആഡ് ചെയ്യുന്നതിന് വെർബോസിറ്റി എന്ന് പറയും. ആ ദാറ്റിന് അവിടെ ശരിക്കും വലിയ ഫങ്ഷൻ ഇല്ല. ദാറ്റ് ഇല്ലെങ്കിലും ദാറ്റ് സെന്റൻസ് കൺവീസ് ദ സെയിം മീനിങ്. ഓക്കെ, രാജു സെഡ് I am going to church. No, Leah, avada pronoun marila. Raju said he went to the church. Raju said he went. Going in the past endana went. Raju said he went to the church. Ma'am, inquiry report. On inquiry, he stated that he was busy with other work, so he couldn't start the assigned work. Kavita, inquiry report എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. On inquiry, he stated that he was busy with other work, so he couldn't start the assigned work. Yeah, sentence correct ആണ് ട്ടോ. He said he was going to the concert. Okay, she said that she was under the weather. Okay, good, Khadija. She told me that she can't attend the party. Okay, she said that she might leave the next day. Very good, Ishal. ഇതുവരെ വേറെ ആരും ഡേ അല്ലെങ്കിൽ ടൈം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായില്ല. ഇഷാൽ അത് ചെയ്തിട്ടുണ്ട്. ഷീ സെഡ് ദാറ്റ് ഷീ മൈറ്റ് ലീവ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. മൈ സിസ്റ്റർ സെഡ് ഷീ വാസന്റ് കെയിം ഫോർ ദ സിനിമ എന്ന് പറയില്ല. ഓക്കെ, മൈ സിസ്റ്റർ സെഡ് വാസന്റ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്കല്ലേ പറയാ. മൈ സിസ്റ്റർ സെഡ് she is not coming for the film എന്ന് പറയാട്ടോ. Sister said that she isn't coming for the film. അല്ലെങ്കിൽ she wasn't coming for the film. Okay, came പറയില്ല. She wasn't came for the cinema പറയില്ല. My sister said that she wasn't coming for the film. Okay, wasn't coming for the film. My daughter said she can't study well. Yes, my daughter said she couldn't study. Okay, so with that, I am wrapping up reported speech. Reported speech le korchum kuda confusions undu alle. So endana cheyendathu, നിങ്ങൾക്ക് നെറ്റിൽ ക്വിസുകൾ കിട്ടും. You'll get quiz related to it. നിങ്ങൾ ഇങ്ങനെ അടിച്ചാൽ മതി, converting reported speech to converting direct speech to indirect speech എന്നുള്ള അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ you'll get questions. Practice it. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഫ്ലുവന്റ് ആവാനുണ്ട് ഇതിൽ. എല്ലാവർക്കും കുഡ് കാണ്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ പ്ലീസ് ഇതൊന്ന് ഗോ ത്രൂ ചെയ്യണേ.
ആൻഡ് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ വീണ്ടും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ആസ്ക്. ദ പ്രീവിയസ് ഡേ എന്നും പറയാം, ദ ലാസ്റ്റ് ഡേ എന്നും പറയാം യെസ്റ്റർഡേക്ക്. ആമിന, നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 35-40 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. യു വിൽ ഗെറ്റ് ഓൾ ദി പ്രീവിയസ് ക്ലാസ്സസ് ആസ് വെൽ പ്രീവിയസ് സ്റ്റാഫ് ഇൻ യുവർ ആപ്പ്. ഓക്കെ, നിങ്ങളുടെ ആപ്പിൽ EEP എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. സോ പ്ലീസ് ഗോ ത്രൂ ആമിന. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ക്വിക്ക് ആയിട്ട് ഒരു ക്വിസ് നോക്കാം. ഓക്കെ, യാ, എല്ലാത്തിനും ഓപ്ഷൻസ് ഇല്ല കേട്ടോ. സോ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് convert the following to a complex sentence. She finished her homework. She went out to play. ഈ സെന്റൻസ് രണ്ട് സിമ്പിൾ സെന്റൻസ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊരൊറ്റ കോംപ്ലക്സ് സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റിന് ഒറ്റ റൈറ്റ് ആൻസർ അല്ല, 2-3 റൈറ്റ് ആൻസേഴ്സ് ഉണ്ടാവാം. She went out to play after her homework. Very good. ക്രിസിന്റെ സെന്റൻസ് കറക്റ്റ് ആണ്. After she finished her homework, she went out to play. Amina is also right. Since she finished her homework, she went to play. Asana is also correct. After she finished her homework, she went out to play. Okay, after finishing her homework, she went for play. No, if already she finished her homework in the finishing in the Kavita, please on the change it off. After she finished her homework in the format. No, നമ്മൾ ബിക്കോസ് ഒരിക്കലും ഫസ്റ്റ് വെക്കില്ല. നമ്മൾ ബിക്കോസ് വെച്ച് പൊതുവെ സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ സിൻസ് വെച്ചിട്ടും ഓൾദോ, നമ്മളിപ്പോ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞു, ഓൾദോ ഇറ്റ് ഈസ് റെയിനിങ് വി വെന്റ് ഔട്ട്. പക്ഷെ എപ്പോഴും കൺജങ്ഷൻസിന് നടുക്ക് വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, ബിക്കോസ് വെച്ച് നമ്മൾ പൊതുവെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. ഓക്കെ, ബിക്കോസ് ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്, ഷി വെന്റ് ഔട്ട് ടു പ്ലേ. അത് നേരെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഷി വെന്റ് ഔട്ട് ടു പ്ലേ ബിക്കോസ് ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. ഓക്കെ ആയിഷ? ഷൈനി, ഇഫ് ഷി ഫിനിഷ് ഹർ ഹോംവർക്ക് ഷി ക്യാൻ പ്ലേ. നോ, ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ സെന്റൻസ് ഒന്നും കൂടെ വായിക്കും. ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്, ഷി വെന്റ് ഔട്ട് ടു പ്ലേ. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടില്ല, ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഷൈനി അതൊന്ന് കറക്റ്റ് ചെയ്യട്ടോ. നോ ഷഹീമ, ഇവിടെ ഇഫ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. After she finished the homework, she went to play. Okay, she went to play after finishing her homework. അതിനെ ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. Okay, after she finished her homework, she went out to play. ആ ഫിനിഷ്ഡിനെ ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരണ്ട. ഓക്കെ, പറയുമ്പോൾ വലിയ തെറ്റില്ല, പക്ഷെ അതിനേക്കാൾ ആപ്റ്റ് ആയത് ഫിനിഷ്ഡ് എന്ന് വെക്കുന്നത് തന്നെയാണ്. She went to play because she finished her homework. Okay. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ റീഅറേഞ്ച് ചെയ്ത് 2-3 രീതിയിൽ ഈ സെന്റൻസ് പറയാം. ഓക്കെ, സോ ദി ആൻസർ ഇസ് ആഫ്റ്റർ ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ഷി വെന്റ് ഔട്ട് ടു പ്ലേ. ഓക്കെ, ഇവിടെ ഒരുപാട് പേര് പറഞ്ഞതുപോലെ ഷി വെന്റ് ഔട്ട് ടു പ്ലേ ബിക്കോസ് ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് എന്നുള്ളതും കറക്റ്റ് ആണ്. ഇനി ആഫ്റ്ററിന് പകരം ബിഫോറും യൂസ് ചെയ്യാൻ തെറ്റില്ല. ബിഫോർ ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ഷി വെന്റ് ഔട്ട് ടു പ്ലേ. ഹോംവർക്ക് ചെയ്ത് തീർക്കുന്നതിനേക്കാൾ മുമ്പ് അവള് പുറത്തേക്ക് പോയി. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റൻ ഒറ്റ കറക്റ്റ് ആൻസർ അല്ല, 2-3 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എവ്രി വൺ ഇവിടെ കറക്റ്റ് ആൻസർ. ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് സോ ഷി വെന്റ് ഔട്ട് ടു പ്ലേ. യെസ്, കറക്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ സോ ഒക്കെ എപ്പോഴും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ സോ യൂസ് ചെയ്യാണ്ടിരിക്കാം. കാരണം ഐ ഫെൽറ്റ് ടയർഡ് സോ ഐ ഡിഡ്ന്റ് ഡു ദാറ്റ് എന്നുള്ളതൊക്കെ എപ്പോഴും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റിന്റെ ആവശ്യമില്ല. വീണ്ടും ദാറ്റ് യൂസ് ചെയ്യുന്നത് വെർബോസിറ്റി ആണ്. സോ ദാറ്റ് ഷി വെന്റ് ഔട്ട് ടു പ്ലേ എന്നതും സോ ഷി വെന്റ് ഔട്ട് ടു പ്ലേ എന്നതും സെയിം മീനിങ് ആണ്. സോ ആ ദാറ്റ് അവിടെ ശരിക്കും ഒരു ഫംഗ്ഷനും ഇല്ലല്ലോ അതിന്. വെറുതെ എന്തിനാ അപ്പൊ വാക്കുകളുടെ എണ്ണം കൂട്ടുന്നത്? വെൻ യൂസ് ചെയ്താൽ കറക്റ്റ് ആണോ? ഷി വെന്റ് ഔട്ട് ടു പ്ലേ വെൻ ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. യെസ് യെസ്, കറക്റ്റ് ആണ്. ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ആൻഡ് വെന്റ് ഔട്ട് ടു പ്ലേ. യെസ്, അതും കറക്റ്റ് ആണ്. ദാറ്റ്സ് വൈ. അതാ നമ്മളപ്പോ അവിടെ 2 വേർഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഒറ്റ വേർഡിൽ ഈ കാര്യങ്ങൾ, ഇപ്പോ വെൻ, ആഫ്റ്റർ, ബിഫോർ എന്നിങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അതിനെ പറയാൻ പറ്റുന്ന സമയത്ത് എന്തിനാണ് ദാറ്റ്സ് വൈ എന്നുള്ള 2 വേർഡ് അവിടെ കൊണ്ടുവരുന്നത്? ഷി ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് ദാറ്റ്സ് വൈ ഷി വെന്റ് ഔട്ട് ടു പ്ലേ എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ വെറുതെ വെർബോസിറ്റി കൂട്ടേണ്ട ആവശ്യമില്ല.
Okay, moving on to next question. Fill in the blanks, Anna. Fill in the blanks with the correct modal verb. You dash wear a seatbelt while driving. Okay, very good. ഇവിടെ രണ്ട് ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട് എനിക്ക്. മസ്റ്റും കിട്ടിയിട്ടുണ്ട്, ഷുഡും കിട്ടിയിട്ടുണ്ട്. ഇവിടെ മസ്റ്റ് ആണ് കറക്റ്റ്. വൈ? ബിക്കോസ് ബ്രാക്കറ്റിൽ ഇവിടെ തന്നിട്ടുണ്ട് ഒബ്ലിഗേഷൻ ആണ് എന്ന്. പക്ഷെ ഇപ്പൊ ആ ബ്രാക്കറ്റിൽ ഒബ്ലിഗേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഷുഡ് ആൻഡ് മസ്റ്റ് ഇസ് ആക്സെപ്റ്റബിൾ. യു ഷുഡ് വിയർ എ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ് എന്ന് നമുക്ക് ഒരാൾ അഡ്വൈസ് ചെയ്യാം, കറക്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ എന്താണ്, അതൊരു ഇവിടെ ഒബ്ലിഗേഷൻ എന്ന് ബ്രാക്കറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ആ ബ്രാക്കറ്റിൽ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ ബ്രദറിനെ അഡ്വൈസ് ചെയ്യണം, എടാ നീ പോകുമ്പോ സീറ്റ് ബെൽറ്റ് ഇട്ട് പോണേ, യു ഷുഡ് വെയർ ദ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നതിലും തെറ്റില്ല, കറക്റ്റ് ആണ്. ബട്ട് സിൻസ് മസ്റ്റ് ഇസ് ദ മോഡൽ വെർബ് യൂസ്ഡ് ടു specify obligations. Okay, കുറച്ചു പേര് ഷുഡ് പറഞ്ഞിട്ടുണ്ട്. Yeah, moving on to next question. Transform the sentence into passive voice. They will deliver the package tomorrow എന്ന ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുക. They will deliver the package tomorrow. Very ഇവിടെ പാക്കേജ് ആയിരുന്നു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ആക്കി. വെരി ഗുഡ്. ആ ഒരൊറ്റ സംഗതി ഫോളോ ചെയ്താൽ ഈ പാസീവ് വോയിസിൽ നമുക്ക് തറവാക്കാൻ പറ്റും. നോർമൽ സെന്റൻസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവും. The package will be delivered tomorrow. Very good, very good, very good. The package will be delivered tomorrow. Okay, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നു. Happy. Next is identify the type of conditional. If I had known about the party, I would have gone. ഇവിടെ ഏത് കണ്ടീഷണൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? വെരി ഗുഡ് അമീന, ഇറ്റ് ഇസ് ദ തേർഡ്. ഇവിടെ എന്താണ്? അൺറിയൽ പാസ്റ്റ് ആണ്. ഇവിടെ ഞാൻ പാർട്ടിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവുമായിരുന്നു. ഇഫ് ഐ ഹാഡ് നോൺ അബൌട്ട് ദ പാർട്ടി ഐ വുഡ് ഹാവ് ഗോൺ. അൺറിയൽ പാസ്റ്റ് ആണ്. സോ തേർഡ് കണ്ടീഷണൽ ഇസ് യൂസ്ഡ്. വെരി ഗുഡ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദിസ് ഡയറക്റ്റ് സ്പീച്ച് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. They said, we watched a movie last night. We watched a movie last night. They said that they watched a movie last night. They said that they watched a movie last night. Okay, they said that they watched. iPhone 11, watch a lot, watched. They said they had watched out. നമ്മൾ എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ടെൻസിനേക്കാൾ ഒരു ടെൻസും കൂടെ ബാക്കിലേക്ക് പോകണം. ഓക്കെ, അവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ദേ വാച്ച്ഡ് എന്ന് ഓൾറെഡി പറഞ്ഞു. സോ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താവും? ദേ സെഡ് ദേ ഹാഡ് വാച്ച്ഡ് എ മൂവി ആവും. ഓക്കെ, ഇഫ് ഫോർ എക്സാമ്പിൾ ദേ സെഡ് വി വെയർ വാച്ചിങ് അല്ലെങ്കിൽ വി ആർ വാച്ചിങ് എ മൂവി ആണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ ദേ സെഡ് ദേ വാച്ച്ഡ് മൂവി എന്നാവും. ഓക്കെ, പക്ഷെ ഇവിടെ ഓൾറെഡി വാച്ച്ഡ് എന്നാണ്. സോ അത് നമ്മൾ ഒരു ടെൻസും കൂടെ പുറകിലേക്ക് ആക്കുമ്പോൾ ദേ ഹാഡ് വാച്ച്ഡ് എന്നാവും. ഓക്കെ, ദേ സെഡ് ദേ ഹാഡ് വാച്ച്ഡ് എ മൂവി ദ നൈറ്റ് ബിഫോർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ബി എന്നത് ദേ ആയി. ഓക്കെ, പ്രോനൗണിൽ വ്യത്യാസം വന്നു, ടെൻസിൽ വ്യത്യാസം വന്നു. ലാസ്റ്റ് നൈറ്റ് എന്നത് ദ നൈറ്റ് ബിഫോർ ആയി. Okay, the night before, the day before, അല്ലെങ്കിൽ the previous day എന്നും പറയാം. ഇപ്പൊ ലാസ്റ്റ് നൈറ്റ് എന്നത് നൈറ്റ് ബിഫോർ അല്ലെങ്കിൽ previous night എന്നും പറയാം. Okay, they said that they had watched the movie previous night. Okay, so നമ്മൾ പറഞ്ഞില്ലേ reported speech we all need a little more practice. Okay, എല്ലാവരും ഒന്ന് സെൽഫ് വർക്ക് ചെയ്യണേ. And let me ask you, ഇവിടെ എത്ര പേര് additional practice കൂടെ ചെയ്യുന്നുണ്ട്? Apart from your exercise, how many are you doing or how many are you attending the additional practice given? Last week തൊട്ട്, I think day 31 തൊട്ടാണ് നിങ്ങൾക്ക് additional practice start ചെയ്തത്. Yes, good Amina, good Tina, Shahima good, Ishal good, Shriganga good, Afsal good. Okay, ഇപ്പൊ വീക്കിലെ 7 daysലും നിങ്ങൾ ക്രിസ് കുഴപ്പമില്ല, we can still start doing it. It is never too late to start anything. Okay, Nida good,
അപ്പൊ വീക്കിലെ 7 ഡേയ്സിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 3-4 ഡേയ്സിന്റെ എങ്കിലും നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇപ്പൊ റിവിഷൻ ഡേയ്സിന്റെ അഡീഷണൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം ബാക്കിയുള്ള ഡേയ്സിൽ കവർ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് റിവിഷൻ ഡേയിൽ വരിക. ഓക്കെ, സമയമുള്ളവർ അതും എന്തായാലും ചെയ്യാം. റിവിഷൻ ഡേ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? റിവിഷൻ ഡേയിൽ കമ്പൈനിങ് ഇന്റഗ്രേഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചു, മോഡൽ വേർബ് പഠിച്ചു, ഓരോ ദിവസം പഠിക്കുന്ന ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടല്ലേ നമ്മുടെ ഒരു നോർമൽ കൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരു നോർമൽ കൺവെർസേഷനിൽ റിപ്പോർട്ടഡ് സ്പീച്ച് മാത്രമാണോ ഉണ്ടാവുന്നത്? മോഡൽ വേർബ് മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല. സോ എവറി റിവിഷൻ ഡേ ഇസ് ഇമ്പോർട്ടന്റ്. കാരണം റിവിഷൻ ഡേയിലാണ് ഇന്റഗ്രേറ്റഡ് പ്രാക്ടീസ് നടക്കുന്നത്. ഓക്കെ, പാസീവ് വോയിസിന്റെ അഡീഷണൽ പ്രാക്ടീസിൽ റീഡിംഗ് ടാസ്കിൽ പാരഗ്രാഫ് ഇല്ല. ആപ്പില് പാരഗ്രാഫ് കിട്ടിയിട്ടില്ലേ? ഓക്കെ, I'll add it. Okay, I'll let the team know to add it. Okay, thank you for informing. Okay, ഇത് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അപ്പൊ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് നിങ്ങളുടെ മെന്ററിന് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് അപ്പൊ തന്നെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ. താങ്ക് യു സോ മച്ച്. ഹാൻഡിയ, ഈ ഒരു വീക്കില് നമ്മളിപ്പോ 5 കാര്യങ്ങൾ ഇവിടെ നോക്കി. എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്? റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കി, കണ്ടീഷണൽസ് നോക്കി, മോഡൽ വേർബ്സ് നോക്കി, പാസീവ് വോയിസ് നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിലെല്ലാം? Any clarifications? Okay, so this week we celebrated Onam. So ആരെങ്കിലും ഒരാൾ ഒരു 2 minutes എങ്ങനെയായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തത് എന്നൊന്ന് ഇംഗ്ലീഷിൽ പറയാൻ ട്രൈ ചെയ്യോ? പക്ഷെ വേർഡ്സ് ലൈക്ക് എന്താ പറയാ, ഇപ്പൊ സദ്യക്ക് ഇംഗ്ലീഷ് വേർഡ് ഇല്ല. അപ്പൊ സദ്യക്ക് അതിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു മലയാളം വേർഡ് തന്നെ, ഇപ്പൊ ഉറിയടി എന്ന ഗെയിം അങ്ങനെയൊക്കെ ഉള്ളതിന് നിങ്ങൾക്ക് ആ മലയാളം വേർഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് ചില ഗെയിംസ് ഇപ്പൊ വടംവലി, ടഗ് ഓഫ് വാർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ് ഉണ്ട്. അതല്ലാതെ ചില മലയാളം വാക്കുകൾക്ക് പകരം വെക്കാനില്ലാത്ത ഇംഗ്ലീഷ്, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ആരാ പറയാവുന്ന? Yes, Nida. Yes. Please continue. പറഞ്ഞോളൂ. 8:58 സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ആ ഒരു രീതിയിൽ. The Onam celebration was conducted on 14th of September. That was like wonderful and amazing performance, and beautiful songs was there, reels and Onam Kaligal and Onam for pics, everything was there. So I was also a part of that Onam celebration, and I sang a song like Ravu, that song I sang, and I could get the prize, but I just participated for my getting for my confidence and my enthusiasm. So this was the Onam celebration. Thank you. Thank you so much, Nida. Thank you so much for coming up. ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകും. എന്നാലും എന്താ പറയാ, അതാണ് whatever you wanted to convey is conveyed. പക്ഷേ എന്താ പറയാ, I'll just mute. എല്ലാരോടും കൂടെ പറയാൻ കേട്ടോ, ഇതിനോട് മാത്രമല്ല എല്ലാരോടും കൂടെ പറയാം. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്, ഞാൻ സ്പോണ്ടീൻ ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു 5 minutes പ്രിപ്പയർ ചെയ്യാൻ ടൈം തരുമായിരുന്നു എന്നുണ്ടെങ്കിൽ യു വുഡ് ഓൾ ഗിവ് മീ അമേസിങ് സ്പീച്ച്, ഒരു അമേസിങ് നെറേറ്റീവ്സ് എനിക്ക് കിട്ടിയാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്തിനാണ് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് സോ ആൻഡ് സോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്ന സംഗതിയല്ല. ഡേ ബൈ ഡേ പ്രാക്ടീസിൽ കൂടെ മാത്രമേ വരുള്ളൂ. അതിപ്പോ നമ്മൾ ഈ ഒരു വീക്ക്ലി ലൈവ് സെഷനിൽ പ്രാക്ടീസ് ചെയ്താലും ആവില്ല. ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലുള്ളവരാവട്ടെ, ഇപ്പോ ഫോൺ ത്രൂ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ, ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചാറ്റ് ബോക്സിൽ വേറെയും ക്യാനൈസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ടൈം എക്സീഡ് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് കുറച്ച് ടൈം മാനേജ്മെന്റ് ഒന്ന് ഓക്കെ ആക്കി വന്നതാണ്. സോ നെക്സ്റ്റ് വീക്ക് നമുക്ക് ത്രൂ ഔട്ട് ഇനി കുറച്ചുകൂടെ ഒക്കെ നമ്മൾ നമ്മുടെ ടോപ്പിക്സിൽ തറോ ആയി കഴിയുമ്പോൾ നമ്മൾ ഇപ്പൊ നമ്മൾ റിസോഴ്സസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുകയാണ്. വൺസ് വി ആർ ഡൺ വിത്ത് ദാറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സ്പീക്കിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ എല്ലാവർക്കും സംസാരിക്കാനുള്ള ചാൻസ് കിട്ടും. ഓക്കെ, ഡോണ്ട് വറി.
Okay. Next week, we'll be looking into expanding our vocabulary through phrasal verbs, collocations, and idiomatic expression. ഇതെല്ലാം നമ്മുടെ ഡെയിലി കൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുകയും പ്രാക്ടിക്കൽ സ്പീക്കിംഗ് ടാസ്കുകളായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ പഠിച്ചതെല്ലാം റിയൽ വേൾഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇപിയിലെ എല്ലാ ടാസ്കും 7 on 7 ചെയ്തു, സെൽഫ് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എല്ലാം കറക്റ്റ് കിട്ടി. വീക്ക്ലി അസസ്മെന്റിൽ 20 on 20 അല്ലെങ്കിൽ 40 on 40 കിട്ടി എന്നതിൽ എന്താണ് വലിയ കാര്യം ഇല്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് mastering advanced grammar structures for real world communication is important. Okay, ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ ഇവിടെ ഈ ഒരു കൂട്ടത്തിൽ നിൽക്കാനല്ല. We are doing this to open much more opportunities for you. So be consistent in continued practice and use of these concepts in everyday conversations. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഉള്ള ഫെസിലിറ്റീസിൽ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചിലർക്ക് വീട്ടിൽ തന്നെ സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും, ചിലർക്ക് അത് ഉണ്ടാവില്ല. ചിലർക്ക് ഫോണിൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടാവും, ചിലർക്ക് അതും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മിറർ ടോക്ക്, സ്വന്തം സംസാരിക്കുക. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിൽ സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിലെ വോയിസ് റെക്കോർഡറിൽ സ്വന്തം വോയിസ് റെക്കോർഡ് ചെയ്ത് സ്വന്തം അത് കേട്ട് അതിൽ മിസ്റ്റേക്സ് നോട്ട് ചെയ്ത് അങ്ങനെയും പഠിക്കാം നിങ്ങൾക്ക്. ഈവൻ ദാറ്റ് വർക്ക്സ്, അതും എഫക്റ്റീവ് ആണ്. സോ ടു ലേൺ എ ലാംഗ്വേജ് ഇസ് ടു ഹാവ് വൺ മോർ വിൻഡോ ഫ്രം വിച്ച് ടു ലുക്ക് അറ്റ് ദ വേൾഡ്. ഈ ലാംഗ്വേജ് പഠിക്കുക എന്നത് വെറുതെ ആൾക്കാരായിട്ട് സംസാരിക്കുക എന്നത് മാത്രമല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, മറ്റൊരു കൾച്ചർ പഠിക്കാം, ഒരുപാട് കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഉണ്ടാവുക എന്നൊരു ഉദ്ദേശമാണ് കേട്ടോ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉള്ളത്. ഇനി കേട്ടിട്ടില്ലേ, ടു റീഡ് എ ബുക്ക് ഇസ് ടു ലിവ് അനദർ ലൈഫ്. സോ ഇംഗ്ലീഷിൽ എത്രയോ നല്ല പുസ്തകങ്ങളുണ്ട്, എത്രയോ നല്ല നോവൽസ് ഉണ്ട്. ഓക്കെ, സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു എക്സാം എഴുതുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല കേട്ടോ. നോ, ഇസ് ഇറ്റ് പോസിബിൾ ടു ഫോം എ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിത്ത് ടോക്കിംഗ് പ്രാക്ടീസ് അണ്ടർ യുവർ സൂപ്പർവിഷൻ മാം? ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, നമ്മൾ ഇവിടെ ഈ ഒരു ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് അറൌണ്ട് എപ്പോഴും 150 ആൾക്കാരാണ് അറൌണ്ട്. പക്ഷേ EP ടാസ്കുകൾ ചെയ്യുന്നതും നമ്മള് മൊത്തം ലേൺ ബൈ സ്റ്റുഡൻസിനെ അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി അബൌവ് 1000. ഓക്കെ, നിങ്ങൾ 1000 പേരും ഒരു ദിവസം ഒരു മെസ്സേജ് വെച്ചിട്ടാൽ 1000 മെസ്സേജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഒരാള് ഡെയിലി 1000 മെസ്സേജ് അസസ് ചെയ്യാൻ ഇരിക്കുക എന്നുള്ളത് ഇസ് എ ബിഗ് ടാസ്ക്. ഓക്കെ, സോ പക്ഷെ നമുക്കിനി കമ്മിങ് ക്ലാസ്സുകളിൽ നമുക്ക് ഒരുപാട് സ്പീക്കിംഗ് ടാസ്കുകൾ വരും. ഓക്കെ, അപ്പൊ വിൽ ഇംപ്രൂവ്. ഓക്കെ, Velayathan, I'm sorry for that. Yeah. And just before winding up, out of context, ഞാൻ ഒരു കാര്യം പറയാം. ഇത് സെപ്റ്റംബർ ആണ്, സൂസൈഡ് പ്രിവെൻഷൻ മന്ത് ആണ്. ഏർലിയർ മുമ്പൊക്കെ സൂസൈഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. ബട്ട് ദീസ് ഡേയ്സ് നമ്മളുടെ പരിചയത്തിൽ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ കസിന്റെ ഫ്രണ്ട്, അങ്ങനെ നമ്മുടെ സർക്കിളിൽ പെട്ട അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിൽ ഉള്ളവരുടെ സർക്കിളിൽ പെട്ട ആരെങ്കിലും, നമ്മൾക്ക് എല്ലാവർക്കും ഒരു റിയൽ ലൈഫ് സൂസൈഡ് സ്റ്റോറി എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും പരിചയത്തിൽ ഉണ്ടാവും. ഇസ് ഇറ്റ് കറക്റ്റ്? ഉണ്ടോ? ആർക്കും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ബട്ട് ഐം ടെല്ലിങ്, മുമ്പ് വളരെ റെയർ ആയിട്ട് കേട്ടിരുന്നതാണ്, ബട്ട് ടുഡേ ഇറ്റ് ഈസ് വെരി കോമൺ. സോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, ഇന്ന് എന്നും ന്യൂസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണ്, ബിറ്റ്വീൻ ഏജ് 16 and 25 ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സൂസൈഡ് ഇതിൽ നിൽക്കുന്നത്. അത് ഫോർ സില്ലി റീസൺസ്. അത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കാരണവും ഫാമിലി ഇഷ്യൂസ് കാരണം പല പല ഇഷ്യൂസ് ആയിട്ട്. സോ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരുണ്ടാവും, വർക്ക് ചെയ്യുന്നവരുണ്ടാവും. സോ അതിൻ്റെയൊക്കെ ഇടയിൽ ഡു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ഡു ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സ്റ്റേ ഹെൽത്ത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ തെറപ്പിസ്റ്റ് ആയിട്ടോ ഏത് രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സ്റ്റേ ഹെൽത്തി. ഇന്ന് ഞാൻ കുറച്ചു നേരം ന്യൂസ് ആയിട്ട് ഇരുന്നപ്പോൾ ഒരുപാട് ന്യൂസുകൾ അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് തോട്ട് ഓഫ് ഷെയറിംഗ് വിത്ത് യു ഓൾ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ യെസ്, ഇന്ന് നമ്മൾ ടൈം മാനേജ്മെന്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. 9:03 ആയപ്പോഴേക്കും it's time to wind up. So I think we'll wrap up for today. Is everything done? Yes. So thank you all. So next week ellaru activities okke cheyidu varia. Thank you so much for participating. See you all. Take care.